അച്ഛൻ്റെ മരുമകൻ അന്ന് BA മാത്തമാറ്റിക്സ് പഠിക്കുകയാണ്. അനാവശ്യമായി സാധാരണ തൊഴിലില്ലാതെ സ്ത്രീകൾ പലതും പറയുന്ന കൂട്ടത്തിൽ എൻ്റെ ബന്ധുക്കൾ ഞങ്ങളെ രണ്ടുപേരെയും ഘടിപ്പിച്ച് സംസാരം തുടങ്ങി. എനിക്ക് വേണ്ടിയാണ് ഏട്ടനെ അച്ഛൻ പഠിപ്പിക്കുന്നത്. അത് എന്നിൽ യാതൊരു വികാരവും ഉണ്ടാക്കിയില്ല. രാത്രി പേടിയാവുമ്പോൾ തുണയ്ക്ക് ഞാൻ ചിലപ്പോൾ ഏട്ടനെ വിളിച്ചിരുന്നു. സാധു തെറ്റിദ്ധരിച്ചു, ബന്ധുക്കൾ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ എന്നിൽ നിന്നും സൗഹാർദ്ദത്തിൽ കൂടുതൽ യാതൊന്നും ലഭിക്കുകയില്ലെന്ന് ഞാൻ വിശദമാക്കി. കോളേജിൽ നിന്ന് ഒന്നാമതായി പാസ്സായ ജ്യേഷ്ഠൻ കണ്ണുനീരോടെ എന്നോട് യാത്ര പറഞ്ഞു. പിന്നെ ഇതേവരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ റെയിൽവേയിൽ ജോലിയാണ്. അലഭ്യമായ വസ്തുവിലുള്ള ആശ ആ മനുഷ്യനെ ഇനിയും വിട്ടുപിരിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കിത് മാത്രമേ ഉള്ളൂ ദാനം ചെയ്യുവാൻ, നിഷ്കളങ്കമായ സൗഹാർദ്ദം. ഞാൻ കോളേജിൽ ചേർന്ന് ജോലി കുറഞ്ഞു. ജ്യേഷ്ഠന്മാർക്ക് ജോലിയായി. അച്ഛൻ്റെ പണം ബീച്ചിലും പ്ലാറ്റ്ഫോമിലുമായി ജീവിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആദി എന്നെ കൊന്നിരുന്നു. പലരും ആഗ്രഹിച്ചു എന്നെ വിവാഹം ചെയ്യാൻ. അമ്മ കരഞ്ഞു പറഞ്ഞു നാട്ടിൽ ചെന്നപ്പോൾ. ഞാൻ കേട്ടില്ല. ആ ജീവിതം എനിക്ക് പറ്റിയതല്ലെന്ന് ഞാൻ വാദിച്ചു. അമ്മയുടെ അവസാനത്തെ ആഗ്രഹം അതാണെന്ന് അമ്മ അറിയിച്ചു. ശാസിച്ചു. ഞാൻ കേട്ടില്ല. അമ്മ പൊറുക്കണേ. ഓർമ്മ. ഞാൻ സീനിയർ ഇൻ്റർമീഡിയറ്റിലായി. ഒരെഴുത്ത്, ഭയങ്കരമായ ഒരെഴുത്ത്. അച്ഛൻ അമ്മയ്ക്ക് കോർട്ട് വഴി വിവാഹമോചനം ചെയ്തിരിക്കുന്നെന്ന്. എനിക്ക് തല തിരിഞ്ഞു. അപമാന ഭീതിയാലും മനോവേദനയാലും ഞാൻ പൊട്ടിക്കരഞ്ഞു. പക്ഷേ കണ്ണുനീർ വന്നില്ല. തലവേദന അധികമായി. ഡോക്ടർ കണ്ണട വയ്ക്കുവാൻ പറഞ്ഞു. ആ ഭിഷുകറിൻ്റെ വിഡ്ഢിത്തത്തിൽ ഞാൻ ചിരിച്ചു. ഞാൻ ആക്ട് ചെയ്യുവാൻ തുടങ്ങി. കരയുമ്പോഴും ചിരിക്കുക, ഇതായിരുന്നു എൻ്റെ പാട്ട്. ലോക നാടകവേദിയിൽ. സഹോദര, ഞാൻ അനുഭവിച്ച മനോവേദനയ്ക്കെതിരില്ല. മനോവേദന എന്നെ ദഹിപ്പിച്ചു തുടങ്ങി. തൂക്കം 104 റാത്തലായി. മരുന്നുകൾക്ക് പണം ചെലവാക്കാൻ തുടങ്ങി. അതും മറ്റൊരു വിഡ്ഢിത്തം. കോളേജ് പൂട്ടുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ ഒരു റാത്തൽ തൂക്കം കുറയും. ആരുടെ അടുത്ത് പോകും? ആരെന്നെ ആശ്വസിപ്പിക്കും? ഉദ്യോഗഭ്രമം, ഗൃഹസ്ഥ ജീവിതത്തോടുള്ള വെറുപ്പ്, ഇവ എന്നെ വിവാഹം ചെയ്യുവാൻ സമ്മതിച്ചില്ല. ഇന്ന് ഞാനതിൽ പശ്ചാത്തപിക്കുന്നില്ല. അതിനിടയ്ക്ക് റങ്കൂണിൽ നിന്ന് ഒരു വല്ലാത്ത വർത്തമാനം കേട്ടു. മൂന്നാമത്തെ ജ്യേഷ്ഠൻ വിവാഹം ചെയ്തിരിക്കുന്നു. ഒരു ബർമ്മക്കാരിയെ. ഇപ്പോഴും ജ്യേഷ്ഠൻ്റെ ഭാര്യ അവർ തന്നെയാണ്. ഒരു നായുട് പെൺകുട്ടി. അതൊരു ഭയങ്കര റൊമാൻസ് ആയിരുന്നു. എന്തായാലും അത് കഴിഞ്ഞു. അമ്മ ശ്വാസം മുട്ടി കരയാൻ തുടങ്ങി. പ്രതികാരേച്ഛയാൽ അച്ഛൻ പുഞ്ചിരി തൂകുകയാണ് ചെയ്തത്. അച്ഛാ, എന്തൊക്കെയായാലും ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. പ്രിയ സുഹൃത്തെ, എൻ്റെ 2 കൊല്ലത്തെ കോളേജ് വിദ്യാഭ്യാസ ജീവിതം ഒരു ഭാസുര ഘട്ടമായിരുന്നു. ഒരു വിദ്യാർത്ഥിനി എന്നുള്ള നിലയ്ക്ക് സർവപ്രശസ്തിയും ഞാൻ നേടി. പ്രസിഡൻസിയിൽ റാങ്കോടും കോളേജിൽ ഒന്നാമതായും മറ്റ് പ്രവർത്തനങ്ങളിൽ അനവധി സമ്മാനം മേടിച്ചും ഞാൻ പാസ്സായി. പ്രിൻസിപ്പൽ ഇന്നും എന്നെ വാത്സല്യഭാജനമായ ശിഷ്യ എന്നാണ് സംബോധന ചെയ്യുക. ഞാൻ പറഞ്ഞാൽ കേൾക്കാതായപ്പോൾ സൗമിനിയുടെ കാര്യത്തിൽ ശ്രമം തുടങ്ങി. രണ്ടാമത്തെ ജ്യേഷ്ഠനും അവൾക്കും കൂടി എക്സ്ചേഞ്ച് എന്ന നിലയ്ക്ക്. അച്ഛനും സമ്മതിച്ചു. പക്ഷേ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോയി. അച്ഛൻ ആ സംഗതി നടത്തി കൊടുത്തില്ല. പ്രതികാരത്തിൻ്റെ വ്യജ്യംപ്രണം. അമ്മ സന്തോഷിക്കുന്നത് ഒരു വിധത്തിലും അച്ഛന് കാണാൻ വയ്യ. പോരെങ്കിൽ മരുമക്കളുടെ എല്ലാവരുടെയും കല്യാണവും കഴിഞ്ഞിട്ടില്ല. ദൈവമേ, ദീനദയാലോ, അച്ഛനും മാപ്പ് കൊടുക്കണേ. അമ്മ കരഞ്ഞു. ഞാൻ കരഞ്ഞു. കരഞ്ഞ് കണ്ണുനീർ പറ്റി. മരിക്കാൻ ആശിച്ചു. പക്ഷേ അമ്മ, അതെ, ആ സ്നേഹപ്രവാഹം എന്നെ തടുത്തു. എനിക്ക് അന്ന് ആശിച്ചതുപോലെ മെഡിക്കൽ കോളേജിൽ പ്രവേശനം കിട്ടിയില്ല. ഞാൻ BScക്ക് ചേർന്നു. പഠിക്കാനുള്ള ചൊടി പോയി. ജീവിതം വെറുത്തു. മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. മരുന്നുകൾ കൂടി. പക്ഷേ തൂക്കം 109 റാത്തൽ. ലാബറട്ടറിയിൽ ജോലി ചെയ്യുകയാണ്. ഒരെഴുത്ത്. അയ്യോ, അതെൻ്റെ ഹൃദയം ഞെരിച്ചു. സോദര, കരയൂ. ഇവൾക്ക് വേണ്ടി കരയൂ. പ്രാർത്ഥിക്കൂ. ആത്മാഭിമാനം കുറച്ച് കൂടുതലാണ് എനിക്ക്. ഞാൻ ആരുടെയും മുമ്പിൽ കേണ് യാചിച്ചിട്ടില്ല. സോദര, കരയൂ. അച്ഛൻ 69ാമത് വയസ്സിൽ രണ്ടാമത്. 10ാമത് എന്നായിരിക്കും കൂടുതൽ ശരി. പക്ഷേ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതിൽ രണ്ടാമത്തേത്. ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അതിനെ വ്യസനിച്ച് ഒരു സാഹസവും ചെയ്യരുത്. അമ്മയെ നോക്കണം, ആശ്വസിപ്പിക്കുക. അവരുടെ ഹൃദയം ഇവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റങ്കൂണിൽ നിന്നുള്ള ഒരെഴുത്ത്. ജ്യേഷ്ഠന്മാരുടെ ഒരെഴുത്ത്. എന്നെ ആരും വിവരം അറിയിച്ചില്ല. ഞാൻ അറിഞ്ഞില്ല. വാസ്തവത്തിൽ ലോകത്തിൽ അച്ഛന് ഒരാളെ ഭയമുണ്ടെങ്കിൽ അതെന്നെയാണ്. പൊട്ടാസ്യം സയനൈഡ്, ഭയങ്കര വിഷം കൊണ്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു അന്ന് എനിക്ക്. പുക പുറത്തു പോകുന്ന ഫ്യൂമം കപ്പ് ബോർഡിൽ വെച്ച് വേണോ അത് ചൂട് പിടിപ്പിക്കാൻ. എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ പ്രൊഫസറുടെ പ്രൈവറ്റ് റൂമിലെ ചാരു കസേരയിൽ കിടക്കുകയാണ്. ഡോക്ടറുണ്ട് അടുത്ത്. എഴുത്ത് എൻ്റെ കയ്യിലില്ല. പക്ഷേ സാരിയിലും മറ്റും ധാരാളം ചോരയുണ്ടായിരുന്നു. അമ്മ എന്ന് ഞാൻ പറഞ്ഞു, അർദ്ധബോധത്തോടെ. മാസ്റ്റർ ആ കസേര കയ്യിലിരുന്നു. മുഖം തല തിരിഞ്ഞു വീണപ്പോൾ എവിടെയോ ചെന്നടിച്ച് വായിൽ നിന്ന് ചോര വന്നിരുന്നു.
ഞാൻ എവിടെയാണ്? പരിഭ്രമിക്കാതിരിക്കുമോ, അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ മറക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ കാറിൽ അദ്ദേഹം എന്നെ വീട്ടിൽ കൊണ്ടാക്കി. എഴുത്ത് അനിയന്ത്രിതമായ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ പൊട്ടൽ അദ്ദേഹം വായിച്ചുവെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ തന്നു. അന്ന് വൈകുന്നേരം അദ്ദേഹം തൻ്റെ മകളെയും കൂട്ടി വീണ്ടും വന്നു എന്നെ കാണുവാൻ. ഞാൻ അവസാനമായി മരിക്കാൻ തീർച്ചയാക്കി. പിറ്റേ ദിവസം കോളേജിൽ പോയില്ല. പിന്നത്തെ ദിവസം ചെന്നു. സാനുകമ്പം എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അതേസമയം ശ്രദ്ധാപൂർവം. 10-18 വയസ്സായ ഒരു പെൺകുട്ടി, ഒരു എഴുത്ത്, തലതിരിച്ചിൽ. എല്ലാവരും സരസ്വതി പ്രസാദം പോലെ പറഞ്ഞു. എന്തായാലും എനിക്ക് കുറച്ച് സയനൈഡ് സമ്പാദിക്കുവാൻ കഴിഞ്ഞു. വീട്ടിലെത്തി. അതിനു മുമ്പ് ദേഹസുഖമില്ലാത്തതിനാൽ പഠിപ്പ് നിർത്തുകയാണെന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു. കുറച്ച് വിഷം പൂച്ചയ്ക്ക് കൊടുത്തു. അതുടൻ ചത്തു വീണു. അതിൻ്റെ കുട്ടികൾ നാലുപാട് നിൽക്കുന്നത് കണ്ടു. എൻ്റെ അമ്മ. അമ്മേ, ഞാനെങ്ങനെ ചാവും? എനിക്ക് മരിക്കണം. ഞാൻ ആ പല്ലവി വീണ്ടും ആവർത്തിച്ചു. സാധനം ഇന്നും എൻ്റെ കൈവശമുണ്ട്. പക്ഷേ നിർഭാഗ്യയായി ഞാൻ മാത്രം മരിച്ചില്ല. അമ്മ എനിക്ക് മഹാദേവിയായി മാറി. ഞാനിപ്പോൾ അവരെ പൂജിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ വെള്ള ഖദർ വസ്ത്രം ഉപേക്ഷിച്ച് തനി സിൽക്കാക്കി. ഒരു തമാശ. അമ്മയും മറ്റും ഒരു വീട് വാടകയ്ക്ക് വാങ്ങി താമസം തുടങ്ങി. അച്ഛൻ്റെ പണം സ്വീകരിച്ചിരുന്നില്ല. ജ്യേഷ്ഠന്മാർ പണം അയച്ചുകൊണ്ടിരുന്നു. ഞാൻ അവിടെ എത്തി. വണ്ടിക്ക് ഒരു സ്ത്രീ ശരീരം കാഴ്ചവെക്കപ്പെട്ടു. ആ മുഖത്തിന് എൻ്റെ അമ്മയുടെ മുഖഛായ. കഴുത്തിൽ നിന്ന് വേർപെട്ട ഐശ്വര്യസും പ്രകൃതി ദേവിയുടെ ധാരമുറിയാത്ത വർഷവും എനിക്ക് സ്വാഗതം നൽകി. പഠിത്തം നിർത്തിയതിന് ആരും എന്നെ ദേഷ്യപ്പെട്ടില്ല. പക്ഷേ 6 മാസം കൂടി ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഒരു ഡിഗ്രി എടുക്കാമായിരുന്നു എന്നവർ എന്നെ മനസ്സിലാക്കിച്ചു. കത്തിജ്വലിക്കുന്ന ഒരു അഗ്നിപർവ്വതം. ഞാൻ എങ്ങനെ പഠിക്കും? കൊടുങ്ങല്ലൂർ തൊഴാൻ പോയി. ഒരു ദിവസം കൈമുറിച്ചു ദേവിക്ക് ചോര സമർപ്പിച്ചു. പ്രാർത്ഥിച്ചു, മരിക്കാൻ ധൈര്യമുണ്ടാകണേ എന്ന്. ജ്യേഷ്ഠന്മാർ റങ്കൂണിൽ നിന്ന് വന്നു. എന്നെ കണ്ട ഓരോരുത്തരും കരഞ്ഞു. കുറച്ചുനാൾ സ്ഥലം മാറി താമസിച്ചാൽ നന്നായിരിക്കുമെന്ന് ഒരാൾ പറഞ്ഞു. അതിനോട് ഞാൻ അനുകൂലിച്ചു. ഞങ്ങൾ കോയമ്പത്തൂർ മോഹൻ ലോഡ്ജിൽ 1 മാസം താമസിച്ചു. അതും മറ്റൊരു വെഡിത്തം. 3 കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് അമ്മയുടെ അടുത്ത് താമസിക്കാൻ സമ്മതിക്കാതെ ഞാൻ ഏട്ടനെ പിടിച്ചു നിർത്തിയത് തെറ്റാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഉടൻ വീട്ടിലെത്തി. എൻ്റെ താളത്തിനവർ തുള്ളി. കാരണം നിഷ്കളങ്കയായ ഞാൻ കരയാൻ മാത്രം ജനിച്ച ഒരു വ്യക്തിയാണെന്ന് അവർക്കറിയാം. തൂക്കം 96 റാത്തൽ. ഒരു ദിവസമെങ്കിലും ഹൃദയം തുറന്ന് ചിരിക്കുവാൻ ഞാൻ ആശിച്ചു. അതെൻ്റെ ജാതകത്തിലില്ലെന്ന് മാത്രം. സൗന്ദര്യത്തിന് ഞാൻ ആശിച്ചില്ല. സ്വത്തിന് ഞാൻ വെമ്പിയില്ല. പക്ഷേ മനസ്സമാധാനം, അതിന് ഞാൻ ഉള്ളഴിഞ്ഞ് ആഗ്രഹിച്ചു. 1 മാസക്കാലം കരഞ്ഞു കഴിക്കാൻ തീർച്ചയാക്കി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് യാതൊന്നും സാധിച്ചില്ല, സാധിക്കുകയുമില്ല എന്നൊരു ബോധ്യം എന്നെ ഹതാശയാക്കി. ഞാൻ എല്ലാവർക്കും എൻ്റെ ചരമലേഖനം എഴുതി അയച്ചു. മനുഷ്യജീവിതം, എനിക്ക് ജീവിക്കാനൊരാശ. അതിൻ്റെ ഫലം ഇതായിരുന്നു. അച്ഛൻ പുതിയ സ്ത്രീയെ ഉപേക്ഷിച്ചു. ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടി താമസമാക്കി. എൻ്റെ പ്രതിജ്ഞ, ഒരിക്കൽ കൂടി എൻ്റെ രക്തം കൊണ്ട് കുരുതി കഴിക്കാനുള്ള പ്രതിജ്ഞ, അതും ഞാൻ നിറവേറ്റി. ഞാൻ വീണ്ടും കോളേജിൽ ചെന്ന് ചേർന്നു. സൗഹാർദ്ദത്തിന് വേണ്ടി ജീവിതവും ജീവനും ബലി കഴിക്കുവാൻ സന്നദ്ധരായ ഒരു യുവതിയാണ് ഞാൻ. എനിക്ക് സ്നേഹിക്കാൻ അറിയൂ, വെറുക്കാൻ അറിഞ്ഞുകൂടാ. ജ്യേഷ്ഠന്മാർ എനിക്കെപ്പോഴും എഴുതും, തങ്കം, യു ആർ ടു ഗുഡ് ഫോർ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ജനിക്കേണ്ടവളല്ലെന്ന്. ഞാൻ അവിടെ ഒരു യുവതിയെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ ആരാധിച്ചു. ഹൃദയം പരസ്പരം പകർന്നും നുകർന്നും ഞങ്ങൾ ജീവിച്ചു. അവരുടെ ഒരു സഹോദരൻ കാശിയിലായിരുന്നു. ഒരു ശനിയാഴ്ച, അതിനു മുമ്പിലത്തെ ബുധനാഴ്ചയ്ക്ക് അയച്ച ഒരു എഴുത്തിനെ തുടർന്നുകൊണ്ട് ഒരു കമ്പിയാണ് അവർക്ക് കിട്ടിയത്. എഴുത്ത് സുഖവർത്തമാനം വഹിച്ചതായിരുന്നു. കമ്പി അയാളുടെ മരണവാർത്തയും. ആ ഗൃഹം ഒരു ശ്മശാനമായി രൂപാന്തരപ്പെട്ടു. കരയുന്ന ഞാനും കരയുന്ന വീട്ടുകാരും. അതിനിടയ്ക്കൊരു വിവാഹാലോചന കൂടി നടന്നു. യാതൊരു സങ്കോചവും കൂടാതെ ഞാൻ ആ അപരിചിതനെ എഴുതി അയച്ചു, എൻ്റെ സ്നേഹിതയെ വിവാഹം ചെയ്യാൻ. അച്ഛനും സമ്മതിച്ചു. അദ്ദേഹത്തെ ഞാനിന്നും ശങ്കരേട്ടൻ എന്നാണ് വിളിക്കുക. ശങ്കരേട്ടൻ്റെ മാലയോടൊപ്പം ആ ഗളത്തിൽ എൻ്റെ ഒരു സ്വർണ്ണഹാരവും കൂടി ഞാൻ അണിയിച്ചു. ഞാൻ ചിരിച്ചു. ഒരാഗ്രഹം ദൈവം നിറവേറ്റി. ഏതെങ്കിലും ഒരാവശ്യഘട്ടത്തിൽ എന്നെ സ്മരിക്കൂ. അപ്പോഴേ അങ്ങേക്ക് ദേവിയുടെ സൗഹാർദ്ദത്തിൻ്റെ സൗന്ദര്യം, മാഹാത്മ്യം മനസ്സിലാവുകയുള്ളൂ. ഞാൻ കോൺഗ്രസ് സ്ട്രൈക്കിൽ പങ്കെടുത്തു. കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇക്കാലത്തെല്ലാം അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിച്ചിരുന്നു. എങ്കിലും ഏച്ചുകൂട്ടിയ മുഴ ഉണ്ടായിരുന്നു. അവരുടെ ജീവിതം കോളിളക്കങ്ങളാൽ കലങ്ങി മറിഞ്ഞിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മരിച്ചെങ്കിൽ. ലോകത്തിൽ അമ്മയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു മകൾ ഇപ്രകാരം ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം. എനിക്കിങ്ങനെ മനോവേദനപ്പെട്ട് ജീവിക്കാൻ വയ്യ. പല കുടുംബങ്ങളിലും പോയിട്ട് അവിടെ താമസിച്ചിട്ട് സുഖജീവിതത്തിന് ദൃക്സാക്ഷി നിന്ന ഞാൻ എൻ്റെ കുടുംബജീവിതത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ കരഞ്ഞിരുന്നു. ഒരാശ, ഉദ്യോഗത്തിൽ വല്ലയിടത്തും പോയാൽ
ഞാൻ BSc ഡിഗ്രി എടുത്തു വളരെ ബുദ്ധിമുട്ടി. 2 മാസത്തിനുള്ളിൽ 96 എക്സ്പെരിമെൻറ്റ്സ് ചെയ്യേണ്ടിയിരുന്നു. രാവും പകലും ലാബറട്ടറിയിൽ പണി ചെയ്തു. റേഷൻ വന്നു. നല്ല ചോറും കിട്ടാതായി. ഉദ്യോഗം ഞാൻ വായിച്ചു. പക്ഷേ എനിക്ക് 1-ാം ക്ലാസ് കിട്ടിയില്ല. അതോടെ MCAയ്ക്കുള്ള പ്രവേശനദ്വാരങ്ങളെല്ലാം എൻ്റെ മുന്നിൽ അടഞ്ഞു. ഏതു മക്കളെയും ഏതു നിലയ്ക്ക് പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു അച്ഛൻ. പക്ഷേ അവർ പഠിത്തത്തിൽ ശ്രദ്ധ കാണിച്ചില്ല. ലാളനയും പണവും അങ്ങനെ വരുത്തിയതിൽ അത്ഭുതമില്ല. കഷ്ടിച്ച് BAയും മറ്റും പാസ്സാകാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഒരു പ്രത്യേക പഠനത്തിന് ആരും പോയില്ല. വടക്കേ ഇന്ത്യയിൽ പോയാൽ വല്ല ഫേമിലും BSc ആയതുകൊണ്ട് നല്ല ഉദ്യോഗം കിട്ടും. ചില ഡിപ്പാർട്ട്മെൻറ്റിലും ചേരാം. ആശ. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹൈസ്കൂളിൽ ഞാനൊരു അസിസ്റ്റൻറ്റ് ഹെഡ്മിസ്റ്ററായി പോയി, അച്ഛൻ്റെ അർദ്ധസമ്മതത്തോടെ. ഈ നീണ്ട 6 കൊല്ലങ്ങൾക്കിടയിൽ ഒരെഴുത്ത് പോലും അച്ഛൻ അയച്ചില്ല. സഹോദരന്മാർക്കായി അവർ 1000 എഴുത്തുകൾ അയച്ചിരുന്നു. കഠിന ഹൃദയം. ഞാൻ അദ്ദേഹത്തെ എന്തൊക്കെയായാലും ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. ഹെഡ്മിസ്ട്രസ് ജീവിതം ഏതാണ്ടൊരു ജീവിതമായിരുന്നു. ഒരു മിക്സഡ് സ്കൂളിൽ ഒരുവിധം ഞാനങ്ങനെ ദുഃഖങ്ങളെ മറന്ന് ജീവിക്കാൻ ശ്രമിച്ചു. എല്ലാ ആഴ്ചയിലും വരും വീട്ടിൽ. പക്ഷേ അവിടെ എനിക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റി. പുതിയതായി തുടങ്ങിയ ആ സ്കൂളിൽ കാരണവരായ ഹെഡ്മാസ്റ്റർ ഒഴികെ ബാക്കി എല്ലാവരും അവിവാഹിതരായ ചെറുപ്പക്കാരായിരുന്നു. സൗഭാഗ്യ സമ്പൂർണമായ സ്നേഹജീവിതത്തെ സദാ സ്വപ്നം കാണുന്നവർ. എൻ്റെ ഒരു ശിഷ്യൻ തന്നെ എന്നെ തെറ്റിദ്ധരിച്ചു. എൻ്റെ സ്നേഹിതന്മാരും. എൻ്റെ തുറന്ന പെരുമാറ്റങ്ങളെ സൗഹാർദ്ദമായി മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതെൻ്റെ കുറ്റമോ? ഞാനൊരു വിടർന്ന പുഷ്പമാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ സുഗന്ധത്തെ അവർ മനസ്സിലാക്കിയില്ല. എൻ്റെ സ്വഭാവം ആ പരിതസ്ഥിതികളിൽ ജോലി ചെയ്യുവാൻ പറ്റിയതല്ലെന്നും ഞാൻ അവിടെ തന്നെ പ്രവൃത്തിയെടുക്കുന്ന പക്ഷം എൻ്റെ സ്ത്രീത്വത്തെ രക്ഷിക്കാൻ എനിക്ക് വിഷമമാണെന്നും മനസ്സിലായി. അതിനാൽ അവിടം വിടുവാൻ വേണ്ടി മറ്റുള്ള സ്ഥലത്തേക്ക് അപേക്ഷകൾ അയച്ചു. വളരെ വേഗം എനിക്ക് സെൻറ്റ് സോഫിയ കോളേജിൽ അസിസ്റ്റൻറ്റ് ലെക്ചറായി ജോലി കിട്ടി. എൻ്റെ ഹൃദയം സ്തംഭിക്കാറായി. ഞാനൊരു അസ്ഥികൂടമായി. അമ്മാവൻ്റെ മകൾ മദിരാശി ക്വീൻ മേരീസിലെ പ്രൊഫസർ ഒരു ക്രിസ്ത്യനെ വിവാഹം ചെയ്തു. ഒരു ഭൂകമ്പം. തറവാടുത്തം, ജാതി ഒക്കെ പോയി. എൻ്റെ മേൽ ഒരു പുതിയ കൽപ്പന നടത്തി. ഉദ്യോഗത്തിന് പുറത്തും പോകാൻ പാടില്ലെന്ന്. ജോലി രാജിവയ്ക്കാൻ കമ്പി കിട്ടി. ഉദ്യോഗമില്ലാതെ ഞാൻ വീട്ടിലെത്തി. ജീവിതത്തിൽ 2ാമത്തെ തവണ ഞാൻ ബോധശൂന്യയായി നിലംപതിച്ചു. ജ്യേഷ്ഠന്മാർ അജ്മീർക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അച്ഛൻ സമ്മതിച്ചില്ല. എൻ്റെ ആശാസൗധം മുഴുവനും തകർന്നു. ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള സുഖവും അനുഭവിക്കരുതെന്ന് പടച്ചവൻ വിധിച്ചു. 3 മാസം വെക്കേഷൻ കഴിഞ്ഞു. ഏതാണ്ട് ഭ്രാന്തിയായി ഞാൻ. അച്ഛനെ ധിക്കരിക്കാനുള്ള സങ്കോചം, അമ്മയെ വേദനപ്പെടുത്തുവാനുള്ള സങ്കടം, തെറ്റിദ്ധാരണകളും പരസ്പര വിശ്വാസമില്ലായ്മയും നിറഞ്ഞ ദിക്കിൽ താമസം. ഞാനിന്ന് ചാവാതെ ചാവുകയാണ്. ഞാൻ BT കോളേജിൽ ചേർന്നു. പഠിക്കാനല്ല, നേരം കളയുവാൻ. അച്ഛന് എന്നിൽ അപാരമായ വാത്സല്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികൾക്ക് അർത്ഥം കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്നാലും അച്ഛനെ ഞാൻ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. എനിക്കിവിടം വിടണം. ഇവിടെ ജീവിച്ചാൽ ഞാൻ ബാക്കിയുണ്ടാവില്ല. അധിക കാലത്തിന് മുമ്പ് ഭ്രാന്താശുപത്രിയിൽ പോകേണ്ടി വരും. അതിനുള്ള മനസ്ഥിതി ഉണ്ടാക്കുകയാണ് ഞാൻ. വീട്ടിലെപ്പോഴും കരയും, കോളേജിൽ പോയാൽ ചിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ ജീവിത രീതി. ഒരു ഡോക്ടർക്കും ഒരു മരുന്നിനും എന്നെ നന്നാക്കുവാൻ സാധിക്കുകയില്ല. മരണത്തിൻ്റെ തണുത്ത ഹസ്തങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ചൂട് മാറ്റും. എൻ്റെ ജീവിതം നശിപ്പിച്ചു. എൻ്റെ സഹോദരിയുടെ ജീവിതം നശിപ്പിച്ചു. എൻ്റെ സഹോദരന്മാരുടെ ഭാവി നശിപ്പിച്ചു. എൻ്റെ അമ്മയെ, സ്നേഹമൂർത്തിയെ നശിപ്പിച്ചു. എന്നേക്കുമായി നശിപ്പിച്ചു. 62 വയസ്സായി അവർക്ക്. പണം തന്നുപോലും വേണ്ട, സ്വത്ത് തന്നുപോലും. ഈ പണം ജീവിതത്തിന് ഒരിക്കലും മാറ്റിക്കൂട്ടുകയില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പണം ഞാനതിനെ വെറുക്കുന്നു. പ്രതികാരത്താലും സ്നേഹത്താലും എൻ്റെ ഹൃദയം നീറുന്നു. ഞാൻ എന്തു ചെയ്യും? ഒരാളോടും തുറന്നു പറയാൻ വയ്യാത്ത ഒരു രഹസ്യ യുദ്ധം. വീടിനകത്തും ഹൃദയത്തിനകത്തും ഒരാളും അറിയിക്കില്ലതൊന്നും. ഞാൻ മാത്രം ചാവാതെ ചാവുന്നു. എനിക്കിതിൽ നിന്നൊരു മുക്തി കിട്ടുകയില്ലേ? എൻ്റെ മോചനത്തിന് വേണ്ടി മാത്രം ശ്രമിക്കുവാൻ എൻ്റെ ഹൃദയം സമ്മതിക്കുന്നില്ല. അത്രമാത്രം സ്വാർത്ഥമൂർത്തിയല്ല ഞാൻ. എന്നെ സംശയിക്കരുത്. ഇതിലെ ഓരോ വാക്കും പരമാർത്ഥമാണ്. അങ്ങയുടെ മനസ്സിൻ്റെ 4 കെട്ടിൽ നിന്നും ഈ ഹൃദയത്തിൻ്റെ ഒരു രശ്മിയെങ്കിലും പുറത്തു പോകരുത്. രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു വസ്തുത കഥയ്ക്ക് പ്ലോട്ടാക്കരുത്. മറ്റൊരു ജീവജാലത്തോട്, ഭാവിയിലെ പ്രിയ പത്നിയോട് പോലും പറയരുത്. എൻ്റെ അച്ഛൻ്റെ കാര്യമാണെന്ന് ഓർക്കണം. ഒരു ചോദ്യം ചോദിച്ചേക്കാം. എന്തിന് ഇതെല്ലാം? സ്വല്പകാലത്തെ പരിചയത്തെ ആസ്വദിച്ച് ഞാൻ എഴുതി. എൻ്റെ ഹൃദയഭാരം കുറയ്ക്കാൻ. ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നതുകൊണ്ട്, ഇഷ്ടപ്പെടുന്നതുകൊണ്ട്. എക്സ്പ്രഷൻ തെറ്റിദ്ധരിക്കരുത്.